ഒരു മാസത്തിലധികം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ നിയമ ഭേദഗതി ബിൽ അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഈ ബില്ലിനെ എതിർക്കാനുള്ള അവസരം പാർലമെൻറ്റിൽ ലഭിച്ചില്ല, ഇത് ശരിയായി പഠിക്കാനുള്ള അവസരം എംപിമാർക്ക് ലഭിച്ചില്ല തുടങ്ങി അതിശക്തമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. എന്നാൽ ഇത് പാർലമെൻ്ററി സമിതിക്ക് വിടുമെന്നും അവിടെ എംപിമാർക്ക് അഭിപ്രായം പറയാമോ എന്നുള്ള നിലപാടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചത്. ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന ബില്ലാണിതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവർത്തിച്ചു. പ്രതിപക്ഷത്തെ അംഗങ്ങളെ ജയിലിലിടാനും അതുവഴി അവരുടെ നിയമസഭാ അംഗത്വം അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതാക്കാനുമുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. സിബി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ലോക്സഭയിലുണ്ടായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം എഴുതിച്ചിരുന്നുകൊണ്ട് ബിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ലോക്സഭ ഈ ബില്ലുകൾ ചട്ടവിരുദ്ധമാണെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയില്ല, ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. പ്രതിപക്ഷത്തു നിന്നും മനീഷ് തിവാരിയും അതോടൊപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസിയും KC വേണുഗോപാലും NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തമായി എതിർക്കുകയും ഇതിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന് KC വേണുഗോപാൽ അടക്കം പറയുന്ന സ്ഥിതി പോലും ഉണ്ടായി. ബിൽ പാർലമെന്ററി ജനാധിപത്യത്തെ തകിടം മറിക്കുമെന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. ഈ ബില്ലിനെ ശക്തമായി എതിർക്കും, ഈ ബിൽ വിശദമായി ചർച്ചയ്ക്ക് വിടാമെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയും ഇത് JPCക്ക് വിടാം, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്നും അമിത്ഷാ പറയുകയും ചെയ്തു. എന്നാൽ ഈ ബില്ല് കീറി എറിഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ബിൽ കൊണ്ടുവന്നത് അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണെന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ അമിത്ഷാ ഒരു നിയമവും മറികടന്നിട്ടില്ല എന്ന് അമിത്ഷായും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ലോക്സഭ ഇപ്പോൾ വലിയ പ്രതിഷേധം തുടർന്ന് 3 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ സഭ ചേർന്നപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദ്യം ഈ കശ്മീരിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീടാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിലേക്കും കടന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ബിൽ അവതരണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയും പിന്നീട് സഭ നിർത്തിവെക്കുകയും ഇപ്പോൾ സഭയിൽ കയ്യാങ്കളി വരെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനുശേഷമാണ് സഭ ഇപ്പോൾ 3 മണി വരെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധവും നാടകീയമായ നീക്കവുമാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ അല്പസമയം മുമ്പ് ഉണ്ടായത്. ഷമ്മി, സിബി, നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഇടുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. പല രീതിയിൽ ശ്രമിച്ചിട്ടും അദ്ദേഹം ജയിലിൽ മുഖ്യമന്ത്രിയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷത്തെ അംഗങ്ങളെ ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെടുത്തി 30 ദിവസം ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരെ ആ രീതിയിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരവസരം കേന്ദ്ര സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുകയാണ്. നമുക്കറിയാം ഈ കേസുകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വൈരാഗ്യബുദ്ധിയോടുകൂടി സ്വീകരിച്ചിരുന്ന ഒരു സമീപനം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് വലിയ പ്രസക്തിയുണ്ട്. സിബി, ഷമ്മി, ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രസക്തമാകുന്നു അത് തന്നെയാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊരു അഴിമതി വിരുദ്ധ ബില്ലാണെന്ന് ഈ ഭരണപക്ഷം പറയുമ്പോഴും ഇവിടെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് മുൻപുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വേട്ടയാടുന്ന മുൻ അനുഭവങ്ങളുണ്ട്. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ 6 മാസത്തിലധികമാണ് ജയിലിൽ കിടന്നത്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ജയിലിൽ കിടന്ന സംഭവമുണ്ട്. തമിഴ്നാട്ടിൽ മന്ത്രിമാരെ ജയിലിൽ കിടന്ന സംഭവമുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇതിൽ പോലീസ് കസ്റ്റഡി പോലും 1 മാസം ഉണ്ടായാൽ അവർക്ക് ആ മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 31ാമത്തെ ദിവസം ആ ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ മന്ത്രിമാരെ പുറത്താക്കിയില്ലെങ്കിൽ തനിയെ ആ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഭേദഗതി വരുന്നത്. സ്വാഭാവികമായും ഇത് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന ഭരണപക്ഷം അത് വീണ്ടും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന്
ആണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം രാജിവെക്കുന്ന പശ്ചാത്തലം ഉണ്ടായില്ലെങ്കിൽ ദില്ലി മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ടാണ് 6 മാസത്തോളം ദില്ലിയെ ഭരിച്ചത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഈ ദില്ലി ഒരു മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാന മന്ത്രിസഭ തന്നെ താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നതും. മാത്രമല്ല മറ്റൊന്ന് ഈ SIR അതോടൊപ്പം തന്നെ മറ്റ് വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും അത് രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അത് കേന്ദ്ര സർക്കാരിനും BJPക്കും ഒരുപോലെ തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനെ മറയ്ക്കാൻ കൂടി ഈ ഒരു വിഷയം കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ പൊടുന്നനെ യാതൊരു ചർച്ചയും കൂടാതെ പെട്ടെന്ന് കഴിഞ്ഞ അർദ്ധരാത്രിയാണ് ഒരു അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിന്റെ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷം ഒന്നടങ്കം ചോദ്യം ചെയ്തതും. മാത്രമല്ല ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു പ്രതിപക്ഷത്തിന് ലഭിക്കുകയോ അത് ഒന്ന് വായിച്ചു നോക്കാനോ പഠിക്കുവാനോ പോലും കൃത്യമായ സമയം ലഭിച്ചില്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ ബില്ല് കൊണ്ടുവന്നത് കൃത്യമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഊർജ്ജം പകരുന്ന അല്ലെങ്കിൽ ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അട്ടിമറിക്കുന്നതിന് ഒരു ആക്കം കൂട്ടുന്ന ഒരു ബില്ലായിട്ടാണ് ഇതിനെ കൊണ്ടുവന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ രാവിലെ പ്രതികരിക്കുകയും ചെയ്തു. ഈ ബില്ലിനെ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.